നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച മീൻകറിയാണ്. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അങ്ങനെ നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ച് ഒരു മീഡിയം സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്താൽ ആ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി വേണ്ടത് ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ്. അതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇതിന് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അടുത്തായിട്ട് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അങ്ങനെ നല്ലതായിട്ട് ചൂടായി കഴിയുമ്പം ഇതിലേക്ക് ഒരു 10-15 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, നീളത്തിലരിഞ്ഞത്. അതും കൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റി വരുമ്പം ഇതിലേക്ക് 2-3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി എന്നിവ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഫ്ലെയിം ഏറ്റവും കുറച്ച് വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും. അങ്ങനെ പൊടികളെല്ലാം നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയാണ്. അതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് മിക്സാക്കി ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി ഇതിലേക്ക് ഒരു 2 കുടംപുളിയുടെ പീസ് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സുൽത്താൻ മീനാണ്. അതപ്പം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തവി ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒത്തിരി ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ മീൻ കഷ്ണങ്ങളെല്ലാം പൊടിഞ്ഞു പോകും. ഇനി ലാസ്റ്റ് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റിൽ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച മീൻകറി റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.